ഹായ് ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ബാക്ക് ഡേ ആണ്. ഞാൻ നേരത്തെ ജിമ്മിൽ വന്നിരിക്കുകയാണ്, അതുകൊണ്ട് അധികം ആൾക്കാരില്ല. നമുക്ക് നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. സോ ബാക്ക് ഡേ ഞാൻ ഇതൊരു വ്ളോഗായിട്ട് കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. കുറേ നാളെ ബാക്ക് ഡേയിൽ ഞാൻ വീഡിയോ എടുത്തിട്ട്. സോ ഇന്ന് എൻ്റെ ബാക്ക് ഡേ റൊട്ടീനാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. സോ എങ്ങനെ ഒരു ഹ്യൂജ് ലാറ്റ്സ് ഉണ്ടാക്കാമെന്ന് ഈ വീഡിയോക്കകത്ത് കാണാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. എല്ലാവരും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു എക്സസൈസാണ് പുള്ളപ്സ് എന്ന് പറയുന്നത്. സോ ഐ നോ ഇറ്റ്സ് നോട്ട് ഈസി, പക്ഷേ നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ സാധനമാണ് ചിന്നപ്സ്. സോ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല രീതിയിലുള്ള സ്ട്രെങ്തനിങ് ചെയ്യുക നിങ്ങളുടെ കയ്യിൽ. കാരണം നിങ്ങളുടെ ഹോൾ ബോഡി എക്സസൈസ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഫുൾ ബോഡി വെയിറ്റ് നിങ്ങൾക്ക് കൈകളിൽ ഹാങ് ചെയ്യാൻ പറ്റും. പിന്നെ ഡെഡ് ഹാങ് ചെയ്ത് ട്രൈ ചെയ്യുക. ഡെഡ് ഹാങ് ചെയ്തിട്ട് പയ്യനെ നിങ്ങളെ ലിഫ്റ്റ് ചെയ്യുക ആൻഡ് ഹോൾഡ്, ട്രൈ ടു ഹോൾഡ് ഇറ്റ് ദെയർ, ദെൻ കം ഡൗൺ എഗൈൻ അപ്പ്. ഐ ഗിവ് യു എ ടിപ്പ്. നിങ്ങൾ ബിഗിനറാണ്, നിങ്ങൾക്ക് അധികം ഗ്രിപ്പ് സ്ട്രെങ്ത് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സ്ട്രാപ്പ് വാങ്ങിക്കുക. ഇത് ലിഫ്റ്റിംഗ് സ്ട്രാപ്പാണ്. സോ ഇതെന്തായാലും ഓൺലൈനിൽ കിട്ടുന്നതായിരിക്കും. സോ അറൗണ്ട് 250 to 300 റുപ്പീസിന് കിട്ടുന്നതാണ്. ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ഗ്രിപ്പ് കിട്ടും. അതേപോലെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെവി ആയിട്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് റിസ്റ്റ് ഇഞ്ചറീസോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. സോ ഐ വിൽ ഷോ യു ഹൗ ടു യൂസ് ഇറ്റ്. സോ ഓൾറെഡി 40 kgs ആണ് കിടക്കുന്നത്. ഐ വിൽ ഷോ യു ഹൗ ടു യൂസ് ദിസ്. ഇത് ഇങ്ങനെ ഫുള്ളി ഹോൾഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു എക്സ്ട്രാ ഗ്രിപ്പ് കിട്ടും. അതേപോലെ തന്നെ നിങ്ങളുടെ കൈകളുമായിട്ട് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യാൻ സഹായിക്കും. ഓക്കെ, ആൻഡ് ലാറ്റ് പുൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഫുൾ സ്ട്രെച്ച്, കം ഹിയർ ആൻഡ് ഹോൾഡ് ദെയർ ഫോർ 1 second ആൻഡ് സ്ലോലി. നല്ല രീതിയിൽ നമ്മുടെ ലാറ്റ്സ് നല്ല രീതിയിൽ സ്ട്രെച്ച് ഔട്ട് ചെയ്യണം. ചില ആൾക്കാർ ഇങ്ങനെ ബാക്കിലോട്ട് ലീൻ ചെയ്യുന്ന കാണാം. അതിൻ്റെ ആവശ്യമില്ല. സിറ്റ് സ്ട്രൈറ്റ് ടുവേർഡ്സ് യുവർ ചെസ്റ്റ് ആൻഡ് സ്ലോലി റിലാക്സ്. ആൻഡ് അവസാനത്തെ ആ സ്ട്രെച്ചും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ 12 റെപ്സിൽ ഫെയിലിയർ അറ്റൈൻ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അത് പയ്യനെ ചെയ്ത് അങ്ങനെ കൊണ്ടുവരിക. നിങ്ങളുടെ സെറ്റിൻ്റെ ടൈം കൂട്ടിയാൽ മതി. ഞാൻ കഴിഞ്ഞൊരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, സെറ്റിൻ്റെ ടൈം മാക്സിമം കൂട്ടാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് സെറ്റ് ഞാൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ നേരത്തെ ഞാൻ ചെയ്തത് ക്ലോസ് ഗ്രിപ്പാണ്. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് വൈഡ് ഗ്രിപ്പാണ്. രണ്ട് തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലോസ് ഗ്രിപ്പ് ചെയ്യുമ്പം അപ്പർ ബാക്കും, വൈഡ് ഗ്രിപ്പ് ചെയ്യുമ്പം നമ്മുടെ ലാറ്റ്സുമാണ് എൻഗേജ് ആവുന്നത്. ഡിഫറൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ എൻ്റെ ലാറ്റ്സ് ആണ് കൂടുതൽ എൻഗേജ്. ബാക്കാണ് കുറച്ചും കൂടി എൻഗേജ് ആവുന്നത്, അപ്പർ ബാക്ക്. അപ്പോൾ രണ്ടും ചെയ്യുക. അപ്പോൾ എന്തായാലും ലാറ്റ്സ് പുൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് വൈഡ് ആംഗിളും ചെയ്യുക, അതേപോലെ തന്നെ ക്ലോസ് ഗ്രിപ്പും ചെയ്യുക. രണ്ട് പാർട്ട് ഓഫ് ദി ബാക്കാണ്. ചില ഇൻസ്റ്റാഗ്രാം വീഡിയോസിനകത്ത് കാണുന്ന കണക്ക് ഒരു വെർട്ടിക്കൽ പുൾ, ഒരു ഹൊറിസോണ്ടൽ പുൾ, അങ്ങനെ അത് വർക്ക് ആവില്ല മക്കളെ. ബാക്ക് പല മസിൽസ് ഗ്രൂപ്പ്സ് ഉണ്ട്, ചെറിയ മൈന്യൂട്ട് മസിൽസ് ഗ്രൂപ്പ്സ് ഉണ്ട്. അതെല്ലാം ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ പല വേരിയേഷൻസ് ചെയ്യണം.
അതുകൊണ്ട് ഞാൻ ബാക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ദിവസം തന്നെ കൊടുത്തിരിക്കുകയാണ് ബാക്ക് വർക്കൗട്ട് ചെയ്യാൻ. സോ ഇന്ന് ഞാൻ ബാക്ക് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത വീക്കിലെ ബാക്ക് വർക്കൗട്ട് ഇന്ന് നല്ല രീതിയിൽ ഞാൻ വർക്കൗട്ട് ചെയ്യും. സോ അടുത്ത വീക്ക് വരെ എൻ്റെ ബാക്ക് മസിൽസിൻ്റെ റെസ്റ്റ് ആയിരിക്കും. സോ ദാറ്റ്സ് ഹൗ ഐ ഡു ഇറ്റ്. സീറ്റഡ് ഡ്രോയിങ് ചെയ്യുമ്പം ലാറ്റ് പുൾ ഡൗൺ മെഷീനകത്ത് സീറ്റഡ് ഡ്രോയിങ് ഉണ്ടെങ്കിൽ അതിനകത്ത് ചെയ്യുക. ബിക്കോസ് നിങ്ങൾ ബാക്കിയുള്ള മെഷീനകത്ത് ഫങ്ഷണൽ ട്രെയിനറിനകത്ത് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് മൾട്ടിപ്പിൾ പുള്ളീസ് ഉണ്ട്. സോ അതാണ് കൂടുതലും നിങ്ങളുടെ ഫോഴ്സ് വലിക്കുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കും അതിനകത്ത് ഫുൾ സ്റ്റാഗ് ഇട്ട് ഒരു 100 kg നിങ്ങൾ പുള്ളി ചെയ്യാന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി മാത്രമേ നിങ്ങൾക്ക് ഫോഴ്സ് എക്സർട്ട് ആകത്തുള്ളൂ. അതേസമയം നിങ്ങൾ ലാറ്റ് പുൾ ഡൗൺ മെഷീനകത്ത് ചെയ്യുകയാണെങ്കിൽ സിംഗിൾ പുള്ളിയാണ്. സോ അതിനകത്ത് കൂടുതൽ നിങ്ങൾക്ക് എഫക്റ്റ് കിട്ടും. അതുകൊണ്ട് ഞാൻ മാക്സിമം വെയിറ്റ് എടുത്തിട്ട് ചെയ്യുന്നത് ലാറ്റ് പുൾ ഡൗൺ മെഷീൻ്റെ സീറ്റ് ഡ്രോയിക്കാണ്. പിന്നെ ഒരു ചെറിയ ടിപ്പും കൂടി തരാം. ഇത് ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആയിരിക്കും. ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യമേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മൗത്ത് നല്ല രീതിയിൽ ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ഒരു ച്യൂയിങ് ഗം ചവച്ചാൽ മതി. സോ ഞാൻ സീറ്റ് ആൻഡ് ഡ്രോയിങ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. ആദ്യമേ എൻ്റെ സ്ട്രാപ്പ് ഇതിനകത്തോട്ട് ചുറ്റും, ബിക്കോസ് വെയിറ്റ് നല്ല രീതിയിലുണ്ട്. ഓക്കെ, സ്ട്രാപ്പ് ചുറ്റിയിട്ട് ഈ സീറ്റഡ് ഡ്രോയിങ്ങിൻ്റെ സീറ്റ് എനിക്ക് ഐഡിയലായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ബാക്കിൽ ഒരു ചെറിയ സ്റ്റൂൾ വെച്ചിട്ടുണ്ട്. സോ ആ സ്റ്റൂളിനകത്താണ് ഞാൻ ഇരിക്കാൻ പോകുന്നത്. ഓക്കെ, ലെഗ്സ് ചെയ്തിട്ട് ഞാൻ ബെൻഡ് ചെയ്യും. ബെൻഡ് ചെയ്ത് ഇതാണ് എൻ്റെ പൊസിഷൻ, ബാക്ക് സ്ട്രേറ്റ് ആൻഡ് ചെസ്റ്റ് അപ്പ്. ഇനി എൻ്റെ ആപ്സിൻ്റെ അടുത്തോട്ട് ഞാൻ പുള്ള് ചെയ്യുകയാണെങ്കിൽ എനിക്ക് മാക്സിമം എഫേർട്ട് എൻ്റെ ലോവർ ബാക്ക് മിഡിൽ ബാക്കിൽ കിട്ടും. 1, ഫുൾ എക്സ്റ്റെൻഡ് ചെയ്യുക. 2, 3. നിങ്ങൾ ഈ പുൾ ബാക്ക് ചെയ്യുന്ന സമയത്ത് ബൈസെപ്സ് കൊണ്ട് വലിക്കുന്നതിന് പകരം ആദ്യമേ ബാക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, എന്നിട്ട് ഇവിടുന്ന് ബൈസെപ്സ് കൊണ്ട് വലിക്കുക. മാക്സിമം ബാക്ക് മസിൽസ് കോൺട്രാക്ഷനിലോട്ട് പോകും. 5. ഞാൻ എന്തുകൊണ്ടാണ് ഈ മെഷീൻ സിംഗിൾ ഹാൻഡ് ഡ്രോയിങ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡംബിൾ ഡ്രോയിങ്ങിനേക്കാളും കുറച്ചും കൂടി എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് മെഷീൻ ഡ്രോയിങ്ങാണ്. സോ മെഷീൻ കേബിൾ ഡ്രോയിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് കൂട്ടിയിടുകയും ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് സ്റ്റേബിളായിട്ടുള്ള മൊമെൻറ്റും കിട്ടും. സോ ഇവിടെ എനിക്ക് നല്ല സ്ട്രെച്ചും ഉണ്ട്. അത് കണക്ക് തന്നെ എൻ്റെ ലെഗ് നല്ല രീതിയിൽ എന്നെ ബാലൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. സോ ഇവിടെ നിന്ന് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് എനിക്ക് ആ ഒരു ലാറ്റ്സിൽ എൻ്റെ എഫക്റ്റ് കിട്ടും. ഇതേ കണക്ക് നമുക്ക് പുള്ളി ചെയ്യാം, വൈഡും പുള്ളി ചെയ്യാം. സോ 2 മൊമെൻറ്റോ നമുക്ക് ഇതാണ് കൊണ്ടു കൊടുക്കാൻ പറ്റും. സോ ഐ തിങ്ക് ദിസ് ഈസ് മച്ച് ബെറ്റർ. Look at the size. I will show you my lats. 2 സെറ്റ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ലാറ്റ്സ് സ്പ്രെഡ് ആയിക്കുന്നുണ്ടോ. സോ ദാറ്റ്സ് ഹൗ യു ഡു എ പ്രോപ്പർ ലാറ്റ് സ്പ്രെഡ്. ഗൈസ്, 2 വേരിയേഷൻ ഓഫ് ബൈസെപ്സ് കേൾസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ വർക്കൗട്ട് ഞാൻ അവിടെ തീർക്കും. സോ ദിസ് മൈ ഫേവറേറ്റ് ബൈസെപ്സ് വേരിയേഷൻ. സോ ഞാനിപ്പോൾ ഡംബിൾസും കാര്യങ്ങളും ചെയ്യാറില്ല, ഇപ്പം ഫുൾ മെഷീൻസിൻ്റെയും കേബിൾസിൻ്റെയും കളിയാണ്. ഈ വേരിയേഷൻ എനിക്ക് വളരെയധികം എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് ടൈം യു ട്രൈ ദിസ് ഔട്ട്. ഉണ്ട് നമ്മുടെ വർക്കൗട്ട്. 1 മാസമായില്ലേ നമ്മുടെ വർക്കൗട്ടൊക്കെ ഒരുമിച്ച് തുടങ്ങിയിട്ട്. എന്താ പറയുന്നത്, എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? പ്രോഗ്രസ് ഓരോന്നോരോന്നായി കാണുന്നുണ്ട്. ഗൈസ്, ഹോസ്റ്റലിൽ നിൽക്കുന്നവനാണ്, പ്രോപ്പറായിട്ടുള്ള ഫുഡില്ല, പ്രോപ്പർ ഡയറ്റ് നോക്കൂല, അതേപോലെ തന്നെ കളിച്ച് നടക്കുമായിരുന്നു. ബട്ട് ഇപ്പോൾ കഴിഞ്ഞ 1 മാസമായിട്ട് അവന് തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ട് ഒരു ഡയറ്റ് നല്ല രീതിയിൽ നോക്കണം, കുറച്ചെങ്കിലും ഒന്ന് ബോഡി സെറ്റാക്കി എടുക്കണമെന്ന്.
ഇപ്പം എൻ്റെ കൂടെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. മാക്സിമം പിഴിഞ്ഞാണ് വിടുന്നത്. ഇത് കഴിഞ്ഞിട്ട് പ്രോപ്പറായിട്ട് ഡയറ്റും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് ഇവൻ്റെ ഒരു അപ്ഡേറ്റ് ഞാൻ അടുത്ത വീഡിയോക്കകത്ത് ഇടാം. ഇപ്പം നിങ്ങൾ നോക്കി വെച്ചോ, ഇവൻ കളഞ്ഞിട്ട് പോയില്ലെന്നുണ്ടെങ്കിൽ അടുത്ത മാസം വീഡിയോക്കകത്തും ഇവൻ വരുന്നതായിരിക്കും. ഓക്കെ, വരൂലേ? നമ്മൾ ബിഗിനേഴ്സ് അയക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. ആ എക്സൈറ്റ്മെൻറ്റ് ഓക്കെ നല്ലതാണ്, പക്ഷേ ആ എക്സൈറ്റ്മെൻറ്റ് കാരണം നിങ്ങളുടെ പ്രോഗ്രസ്സിനെ അത് ബാധിക്കരുത്. നിങ്ങളുടെ വഴിക്ക് വെച്ചിട്ടിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ എക്സൈറ്റ്മെൻറ്റ് പോലെ തന്നെ നിങ്ങളുടെ പ്രോഗ്രസ് അതേ കണക്കങ്ങ് പോകും. സോ മോട്ടിവേഷൻ അല്ല വേണ്ടത്, കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. മോട്ടിവേഷൻ കാരണം എല്ലാവരും ആദ്യത്തെ ഒരു 2 ആഴ്ച ജിമ്മിൽ പോവും, 3-ാമത്തെ ആഴ്ച വേണ്ട എന്നും പറഞ്ഞ് നിർത്തും. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിരിക്കുന്ന ആൾക്കാർ ചുമ്മാ എല്ലാ ദിവസവും ജിമ്മിൽ പോയി ഒരു 10 പുഷപ്പ് പഠിച്ചാലും മതി. കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ദേ സ്റ്റാർട്ട് ലൈക്കിങ് ഇറ്റ്. സോ അങ്ങനെയാണ് നമ്മളൊരു പാറ്റേൺ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്താ പറയുന്നത്, യോജിക്കുന്നുണ്ടോ? ഗൈസ്, അപ്പം സെക്കൻഡ് വേരിയേഷൻ ഓഫ് ബൈസെപ്സ് നമ്മൾ ഇവിടെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, ബാക്ക് ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. സോ ഹാമർ കേൾസ് ആണ് ചെയ്യാൻ പോകുന്നത്, ഇൻവേർട്ട് ഹാമർ കേൾസ്. സോ മാക്സിമം ഡംബൽസ് നമ്മുടെ സ്റ്റേണത്തിന് പാരലായിട്ട് വരണം. കണ്ട, 1 2 3 4 5 6 7 8 9. സോ അത് കഴിഞ്ഞിട്ട് നോർമൽ ഹാമർ കേൾസ് 1 2 3 4 5 6 7 8 9 10. ഓക്കെ, അത് കണക്ക് ഒരു സെറ്റും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ വർക്കൗട്ട് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യും. സോ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം പോയി കാർഡിയും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കാർഡിയോ മെഷീൻസിൽ കാണാം. അപ്പോൾ ഇന്ന് വർക്കൗട്ടെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാർഡിയോ ചെയ്യുന്നുണ്ട്. ഇന്ന് ഒരു 20 minutes ഓഫ് വാക്കിംഗ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഒരു 3.5 സ്പീഡിൽ ഒരു 10 ഇൻക്ലൈൻ വെച്ചിട്ട്. സോ 20 minutes ഓഫ് വാക്കിംഗ്, ദാറ്റ് ഈസ് ഇനഫ് ഫോർ മീ. അതുകൊണ്ട് ഇന്നിപ്പം അത്രയും ചെയ്തിട്ട് നിർത്തുവാണ്. ഓക്കെ, അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി, ഐ വിൽ റിപ്ലൈ വിത്ത് ദാറ്റ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. അണ്ടിൽ ദെൻ, ബൈ ബൈ.